അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെയും അവൻ നൽകിയ വിഭവങ്ങളുടെ ലഭ്യതയും അലഭ്യതയും സൂചിപ്പിക്കപ്പെട്ട ഉദാഹരണത്തിൻ്റെ ശേഷം ഖുർആൻ അവരോട് അള്ളാഹു അനുവദിച്ച നല്ല വിഭവങ്ങൾ ആഹരിച്ചു കൊള്ളാൻ ഉപദേശിക്കുന്നു. യഥാർത്ഥമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനും ശിർക്കിൽ നിന്ന് മുക്തമായ ശുദ്ധമായ അനുസരണം അള്ളാഹുവിന് മാത്രം അർപ്പിക്കാനും അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അതിനാൽ അള്ളാഹു നൽകിയതിൽ നിന്ന് ഹലാലായതും നല്ലതുമായ നിങ്ങൾ ഭക്ഷിക്കുക. അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിൽ ഒരു കുതിരയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത്, ഒരു പിടി വൈക്കോലും അല്പം വെള്ളവും കൊടുത്തതിൻ്റെ പേരിൽ തൻ്റെ യജമാനന് വേണ്ടി അത് സ്വന്തം ജീവൻ ത്യജിക്കുന്ന വിധത്തിൽ ശത്രു സങ്കേതത്തിൽ ചാടി ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്ന ഒരവസ്ഥ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണെന്ന്. അപ്പം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് വെറുതെ ചിന്തിക്കുക. ആ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്ദി വരും. ആ നന്ദിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാകും. അങ്ങനെ ദിക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.